ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഓരോ ബാച്ചിലും അതത് സ്റ്റുഡൻസിനെ അസൈൻ ചെയ്യുന്ന രീതി എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബാച്ചിൻ്റെ ഇൻ്റർഫേസിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഇവിടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസുകൾ കാണാം. അപ്പം ഇതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആഡ് ഫസ്റ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പം ഇതിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ സ്റ്റുഡൻറ്റിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പം ഓരോ സ്റ്റുഡൻറ്റിനെയും ആഡ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റുഡൻറ്റിൻ്റെ പേര്, ആ സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റിൻ്റെ പേര്, പിന്നെ ആ സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റിൻ്റെ ഫോൺ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും പാരൻസിന് തൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് കാണണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ആണ് അത് അവർക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതും പിന്നെ അവർക്ക് ലിങ്ക് വഴി കയറുന്നതൊക്കെ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അപ്പം പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പം അതെന്തായാലും ആഡ് ചെയ്യാം. എന്നാലായിരിക്കും നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പാരൻറ്റിന് വാട്സപ്പിലോട്ട് മെസ്സേജ് പോകുന്നതും, ഫീസ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് വാട്സപ്പിലോട്ട് മെസ്സേജ് പോകുന്നതും, പിന്നെ എക്സാമുകൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വാട്സപ്പിലോട്ട് മെസ്സേജ് പോകുന്നതൊക്കെ ഈ ഒരു വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാച്ച് ഏത് ബാച്ചാണെന്നുള്ളതാണ്. ഞാനിപ്പം ക്ലാസ് 10Bയിലുള്ള കുട്ടികളെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ബാച്ച് 10B എന്ന് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ അവരുടെ സ്കൂൾ നെയിം ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കാരണം അതർ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചിലപ്പോൾ സിമിലർ പേരുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ അസൈൻ ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. അവരുടെ ക്ലാസ് എത്രയാണ് എന്നുള്ളതും, ഏതാണ് ബോർഡ് എന്നുള്ളതും, ജെൻഡർ ഏതാണെന്നുള്ളതും, ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് എന്നുള്ളതും, അഡ്രസ്സൊക്കെ ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ കോൺടാക്ട് ചെയ്യാൻ, ഫോണിലൂടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയെ കോൺടാക്ട് ചെയ്യാനും എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയിക്കാനും ഒക്കെ നമുക്ക് അഡ്രസ്സുകൾ ആഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നോട്ട്സുകൾ പ്രത്യേകമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ കുട്ടിയെ ശ്രദ്ധിക്കാനുള്ള എന്തെങ്കിലും നോട്ട്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത്രയും ഡീറ്റെയിൽസുകളാണ് നമുക്ക് ഒരു കുട്ടിയെ ആഡ് ചെയ്യുന്ന സമയത്ത് ഫിൽ ചെയ്യാനുണ്ടാകുക. ഇതിൽ കുറേ എണ്ണം മാൻഡറ്ററി ആണ്. മാൻഡറ്ററി ഉള്ളത് നമുക്ക് സ്റ്റാറിൽ കാണാം. മറ്റേതൊക്കെ ഓപ്ഷനിലാണ്. വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ മതി, വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഉണ്ടാവുക സെൻഡ് വെൽക്കം മെസ്സേജ് ടു പാരൻറ്റ് എന്നുള്ളതാണ്. പാരൻറ്റിന് വെൽക്കം മെസ്സേജ് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ടിക്ക് ചെയ്തിട്ട് ആഡ് സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാരൻറ്റിന് ഒരു വെൽക്കം മെസ്സേജ് പോകും. ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് നിങ്ങളുടെ കുട്ടിയെ ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും പാരൻറ്റിന് വാട്സപ്പിലൂടെ പോകുന്നുണ്ടാവുക. അപ്പം അത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അത് ചെക്ക് കൊടുത്തിട്ട് ആഡ് സ്റ്റുഡൻറ്റ് കൊടുക്കാവുന്നതാണ്. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അൺചെക്ക് ചെയ്തിട്ട് അത് പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അത് വേണ്ട, അതിപ്പോൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇതിവിടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാണ്. ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാമ്പിൾ ആയിക്കൊണ്ട് ഒരു 3 സ്റ്റുഡൻസിനെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴത്തെ പിന്നെ നമുക്കൊരു 4 ഓപ്ഷൻസുകളാണ് കാണാം. അറ്റൻഡൻസ്, ഫീസ്, എക്സാംസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാച്ചിൻ്റെ അറ്റൻഡൻസ് ആണ്. അതിൽ ഓരോ സ്റ്റുഡൻറ്റും എത്രയാണ് അവരുടെ അറ്റൻഡൻസ് എന്നുള്ളത് നമുക്ക് കാണാം. അറ്റൻഡൻസ് നമുക്ക് മാർക്ക് ചെയ്യുക, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം അവരുടെ അറ്റൻഡൻസിൻ്റെ ലിസ്റ്റ് കാണാം. ഈ ഒരു ബാച്ചിൻ്റെ ടോട്ടൽ അറ്റൻഡൻസും ഓരോ സ്റ്റുഡൻറ്റും ഈ ഒരു മന്തിൽ എത്രയാണ് അവരുടെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് എന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് സ്റ്റുഡൻ്റാണ് കൂടുതൽ ലീവ് ആകുന്നത് എന്നുള്ളതൊക്കെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അതേപോലെ തന്നെ ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു ബാച്ചിൽ എത്ര പേര് ടോട്ടലായിട്ട് ഇപ്പോൾ ഫീസ് അടച്ചു, എത്രയാണ് പെൻഡിങ് ഉള്ളത്, അത് ഏതൊക്കെ സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് നമുക്ക് ഈ ഒരു സെഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ എക്സാംസ് എന്ന് പറയുന്ന വേറൊരു സെഷൻ ഉണ്ട്. ഇത് നമ്മൾ എക്സാംസുകൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സ്കോറുകൾ രേഖപ്പെടുത്തുന്നതാണ്. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും സ്കോർ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ആരൊക്കെയാണ് ഫെയിൽ ആയിട്ടുള്ളത്, ആരൊക്കെയാണ് പാസ്സായിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒരു ഓവറോൾ സാധനം നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഓരോ ബാച്ചിൽ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസിനെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം ഇതിൽ നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ആഡ് സ്റ്റുഡൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവർക്ക് കസ്റ്റം ഫീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ചില സ്റ്റുഡൻറ്റിന് ഇപ്പോൾ നമ്മളൊരു ബാച്ചിന് 1000 രൂപയാണ് മന്ത്ലി പറയുന്നുണ്ടെങ്കിൽ ചില സ്റ്റുഡൻറ്റിന് ചിലപ്പോൾ നമ്മൾ കൺസെഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ നമുക്ക് ടിക്ക് ചെയ്തുകൊണ്ട് ആ സ്റ്റുഡൻറ്റിന് മാത്രമുള്ള ഫീ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം അങ്ങനെയും നമുക്ക് ഇതിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് സ്റ്റുഡൻറ്റിനെ അസൈൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ക്യൂട്ട് ലിങ്കിൽ സ്റ്റുഡൻസിനെ അസൈൻ ചെയ്യുന്ന രീതി, ഓരോ ബാച്ചിലും അസൈൻ ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി വരും വീഡിയോകളിൽ അതർ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു.